ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളിൽ ഇനി ആർക്കൊക്കെയാണ് രാജയോഗം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ കണ്ണടച്ചിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക. വളരെ ആത്മാർത്ഥമായി തന്നെ ഒരു മനസ്സോടുകൂടി നിങ്ങൾ ചോദിക്കുക. മനസ്സിൽ മറ്റ് ഒരു ചിന്തകളും ഇല്ലാതെ നിങ്ങളുടെ ഈ ഒരു വിഷയം മാത്രം നിങ്ങൾ മനസ്സിൽ ഓർത്ത് യൂണിവേഴ്സിനോട് ചോദിക്കുക. യൂണിവേഴ്സ്, എനിക്ക് രാജയോഗമുണ്ട്, എനിക്ക് ഭാഗ്യങ്ങളുണ്ട്, ഞാൻ രക്ഷപ്പെടുമോ, എന്റെ കടം പൂർണ്ണമായിട്ടും തീരുമോ, എനിക്ക് സാമ്പത്തികം ധാരാളമുള്ള നല്ലൊരു ലൈഫ് ഉണ്ടാകുമോ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു 3 കാർഡ് വെക്കും. അതായത് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന ആ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ്, അതായത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ഈ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ തന്നെ എടുത്തു പറയാൻ ഉള്ളത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അതിൽ യാതൊരുവിധ മാറ്റമോ ഉണ്ടാകത്തില്ല. പക്ഷേ ചില താമസങ്ങൾ, നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ ചില താമസങ്ങൾ വരുന്നത് നിങ്ങളിലുള്ള ദോഷങ്ങൾ കൊണ്ടായിരിക്കും. ഓക്കെ, ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങളൊന്നും നോക്കി പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഞാൻ ടാറോട്ട് കാർഡ് റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 1 മന്ത് കോഴ്സാണ്. ഇതിലേക്ക് പങ്കുചേരുവാൻ ആർക്കെങ്കിലും, ഓക്കെ, ഇത് പഠിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കൊണ്ട് ആ വീഡിയോക്കകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ദി ഡെവിൾ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, നിങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കടഭാരം. ഓക്കെ, അപ്പോൾ കടഭാരം കൊണ്ട് ഒരുപാട് വിഷമിച്ചാണ് നിങ്ങൾ കഴിയുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ ഈ കടഭാരമെല്ലാം പൂർണ്ണമായിട്ടും മാറും. നിങ്ങൾ വിചാരിക്കുന്നു
ഞാൻ എങ്ങനെ ഇത്രയും കടം തീർക്കും, എന്റെ പണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും, എനിക്കൊരു സാമ്പത്തികവും വരുന്നില്ലല്ലോ, ഞാൻ ജീവിക്കണോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഈ കടം തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. നിങ്ങളുടെ കടഭാരമെല്ലാം പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു. പക്ഷേ അതിന് കുറച്ച് താമസമുണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ കുറച്ച് ചേഞ്ച് ആകാനുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികൾ ചില അഡിക്ഷൻസിൽ അകപ്പെട്ടിരിക്കുന്നു യൂണിവേഴ്സ് പറയുന്നു. പ്രത്യേകിച്ച് ചില വ്യക്തികൾ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ നല്ല രീതിക്ക് അടിമയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ ലഹരി പദാർത്ഥം വേണ്ട, ഞാൻ ഇതിൽ നിന്ന് ഒരു വിമോചനം എനിക്ക് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും കരയറാൻ കഴിയും. പക്ഷേ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അതിന് അഡിക്റ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് വേണമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളെ ചേഞ്ച് ആക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുവിധമായിട്ടുള്ള മാറ്റങ്ങൾ വരില്ലെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു. നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ പ്രധാനമായും അറിയിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ നന്നല്ല, ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അനാവശ്യപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേണ്ട, അത് ഇവിടെ വെച്ച് ഇന്ന് തന്നെ സ്റ്റോപ്പ് ആക്കുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നിങ്ങളത് സ്റ്റോപ്പ് ആക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ച് പറയും. യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു മാറ്റം നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തില് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചേഞ്ച് ആകണമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഇപ്പോൾ കിട്ടിയാലും അത് നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്നാഭിന്നമാക്കി കളയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ മാറി നിൽക്കുന്നത്. കാരണം കുറച്ച് ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ അത് വേസ്റ്റ് ആക്കും. കാരണം നിങ്ങൾ ചേഞ്ച് ആയിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ എത്ര രൂപ കിട്ടിയാലും നിങ്ങൾ അതിനെ ചിന്നാഭിന്നമാക്കി കളയും. ഒരു കാര്യം പോലും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സൊന്ന് ചേഞ്ച് ആക്കുക. പണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ അല്ലായിരുന്നു, പക്ഷേ ഇടക്കാലത്താണ് നിങ്ങളുടെ സ്വഭാവം ചേഞ്ച് ആയത്. അത് ചില ദോഷങ്ങൾ നിങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ്. ഒന്നുകിൽ നിങ്ങൾ ദോഷങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റുക, അഥവാ ഇനി അതിനുള്ള സോഴ്സ് നിങ്ങൾക്കില്ല, സാമ്പത്തികമില്ല. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. 5 പൈസ പോലും മുടക്കില്ലാതെ നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ദോഷങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ മാറ്റാവുന്നതാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് മെഡിറ്റേഷൻ. നിങ്ങൾ മറക്കാതെ എന്നും രാവിലെയും രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ധാരാളം പോസിറ്റീവ് എനർജി വരികയും നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാഞ്ഞു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥനയില്ല, പ്രാർത്ഥനാക്രമം നല്ലപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുന്നു. ഇന്നു മുതൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അതേപോലെ തന്നെ 2 നേരവും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രാർത്ഥന ഏത് രീതിയിലുള്ളതാണോ ആ രീതിക്കുള്ള വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി മാറി കൂടുതൽ പോസിറ്റീവ് നിങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക. ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. നിങ്ങൾക്കൊരു നല്ല കാലമുണ്ട്, നല്ല സാമ്പത്തിക നന്മ നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത് വരത്തില്ല. കാരണം നിങ്ങൾ ചേഞ്ച് ആകാനുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ചേഞ്ച് ആകുക. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങളും നന്മകളും നിങ്ങൾ വാങ്ങിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റിസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നന്മകളും നല്ല രാജയോഗവും ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത്.
തടസ്സമായി നിൽക്കുന്നത് ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതികളും പ്രവൃത്തികളും പൂർണ്ണമായിട്ട് മാറി പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നില്ല, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നില്ലെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത്, നിങ്ങൾ കാണുന്ന, നിങ്ങൾ കൂടുന്ന, നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരായാലും ശരി തന്നെ, പുറത്തുള്ള ആൾക്കാരായാലും ശരി തന്നെ, എല്ലാ മനുഷ്യരെയും സമരായിട്ട് കാണുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് ഈ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചത്. നിങ്ങൾ എല്ലാ മനുഷ്യരെയും, നിങ്ങൾ ആരോട് കൂടിയാലും പക്ഷപാതം കാണിക്കേണ്ട, എല്ലാവരെയും സമരായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ ഉറപ്പിച്ച് പറയുകയാണ്. അതൊരു തടസ്സമുണ്ട്. കാരണം നിങ്ങളായിട്ടോ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ നിർബന്ധപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. കൂടുതൽ കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകുകയും വലിയ വലിയ അപകടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. പോലീസ്, കോടതി കേസ് വരെ നിങ്ങൾക്ക് അതുവഴി ഉണ്ടാകാം എന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ്. നിങ്ങളൊരു സ്നേഹമുള്ളതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇക്കാര്യം മുൻകൂട്ടി അറിയിക്കുന്നത്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ ഇന്നു മുതൽ നേരെയാകുവാനാണ്. അത് ഏത് കാര്യം ചെയ്താലും അത് നേരാവണ്ണം ചെയ്യുക, നെഗറ്റീവായിട്ട് ചെയ്യരുത്. നെഗറ്റീവായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും നിങ്ങൾക്ക് വേണ്ട. ഏതിനി ആരിന് എന്ത് പറഞ്ഞാലും അത് ചെയ്യണ്ട. നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കും അത് ചെയ്താൽ ഒരുപാട് നന്മ കിട്ടും, സാമ്പത്തിക ഒരുപാട് കിട്ടും. അങ്ങനെ കിട്ടത്തില്ല. നിങ്ങൾ കുടുങ്ങി പോകും, ലാസ്റ്റ് നിങ്ങൾ ഒറ്റപ്പെടും എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുകയാണ്. അവരൊക്കെ എസ്കേപ്പായി പോകും, നിങ്ങൾ ലാസ്റ്റ് കുടുങ്ങും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കണമെന്ന് പോലും നിങ്ങൾ ചിന്തിക്കില്ല. അത് വേണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. തിന്മയല്ലാതെ നന്മയൊന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ദോഷങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചില അപകടങ്ങളും പോലീസ് കേസ് വഴക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാതെ പോസിറ്റീവ് ആകാൻ നോക്കുക. ഒന്നുകിൽ നിങ്ങൾ ദോഷം കണ്ടുപിടിച്ച് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ 5 പൈസ പോലും മുടക്കില്ലാതെ ദോഷങ്ങൾ മാറ്റാനുള്ള ഒറ്റ ഉപാധിയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ധാരാളം പോസിറ്റീവ് നിങ്ങൾ ഉണ്ടാവുന്നു. അതുവഴി നെഗറ്റീവ് പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറുകയും നല്ല ഭാഗ്യങ്ങൾ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്ന, നിങ്ങൾക്കായി കാത്തിരിക്കുന്ന കുറെ ഭാഗ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. അവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ദി മജീഷ്യൻ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത്, നിങ്ങൾ ബലഹീനമായിട്ടുള്ളൊരു ഹൃദയത്തിന്റെ ഉടമയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കും. നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് ഒരുപാട് വിഷമിച്ച് കരയുന്നതായിട്ട്, അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ ജീവിതമോർത്ത് കരയുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ഏത് കാര്യം എവിടെ പോയി എന്ത് ചെയ്താലും അതൊന്നും ആരും കാണത്തില്ല. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആത്മാർത്ഥത ഇതൊന്നും ആരും മനസ്സിലാക്കത്തില്ല. നിങ്ങൾ എന്ത് നന്മ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അത് അവർ കണ്ടെന്ന് നടിക്കത്തില്ല. ഓക്കെ, നിങ്ങളെക്കാളും കുറച്ച് ചെറിയ നന്മ ചെയ്യുന്ന ആൾക്കാരെ വലിയതായിട്ട് എടുത്ത് പുകഴ്ത്തി വെക്കും. നിങ്ങൾ വലിയ നന്മയായിരിക്കും ചെയ്തത്, പക്ഷേ നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇരുന്ന് വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ടെന്ന്, അതായത് ഈ മൂന്നാമത്തെ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും
അതിലൊന്നും ഒരു വിജയം കിട്ടത്തില്ല. നിങ്ങൾ എവിടെ പോയി ആർക്കൊക്കെ എന്തൊക്കെ നന്മ ചെയ്താലും അതൊന്നും പുറത്തു വരത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും കൂട്ടുകാരടുത്ത് പോയിട്ട് ഒരു വഴക്കായിരിക്കും, അത് പിടിച്ചു മാറ്റാൻ പോയാലും ലാസ്റ്റ് നിങ്ങളായിരിക്കും ഏറ്റവും വലിയ അവരുടെ ശത്രുക്കൾ. നിങ്ങൾ ലാസ്റ്റ് കൊടുക്കും, അവരൊക്കെ ഒന്നാകാൻ ചെയ്യും. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് രക്ഷപ്പെട്ട് കയറി പോകണം എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവരെ വിട്ടേക്ക്. നിങ്ങളായി നിങ്ങളുടെ പാടായി ആര് വേണോ എന്ത് വേണോ ചെയ്തോട്ടെ, അവിടെ പോയി തലയിട്ട് കൊടുക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും ഈ ദുഃഖങ്ങളും ഈ ഒറ്റപ്പെടലുകളൊക്കെ പൂർണ്ണമായിട്ട് മാറും. നിങ്ങളെ വിട്ട് പോയിട്ടുള്ള, നിങ്ങളുമായിട്ട് ആത്മാർത്ഥമായിട്ട് കൂടി നിന്ന് നിങ്ങളുടെ നല്ല സമയത്ത് അടിച്ചു പൊളിച്ചിരുന്ന വ്യക്തികള് നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട്. അവര് വീണ്ടും തിരിച്ചു വരും. നിങ്ങളുടെ നല്ല കാലത്ത് വീണ്ടും തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം അവരോട് കൂടുവാൻ. കാരണം നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപത്ത് ഘട്ടത്ത് നിങ്ങളെ ആരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവരടുത്ത് മാത്രം നിങ്ങൾ ഇനി മുൻപോട്ട് കൂടിയാൽ മതി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. കാരണം അല്ലാത്തവരാരും നിങ്ങളെ സ്നേഹിക്കത്തില്ല. നിങ്ങൾ വാരിക്കോയിൽ സ്നേഹം കൊടുക്കും, പക്ഷെ ഒരു തുള്ളി, ഒരു അല്പം പോലും സ്നേഹം നിങ്ങൾക്ക് ആരും തരുന്നില്ലെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത്. നിങ്ങൾ വിഷമിക്കണം. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നു. ഒരു നല്ല കാലം ഉടൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക. ചില ദോഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നല്ലതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. രാവിലെ ഉറക്കമേറ്റുള്ള 1 മണിക്കൂർ, രാത്രി ഉറങ്ങാൻ പോകുന്നു ഒരു 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക. അതിന്റെ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകണം. ആ ദോഷങ്ങൾ വരുത്തിയ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളിലുള്ളത്. അത് മാറിപ്പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ദോഷങ്ങളൊക്കെ കണ്ടുപിടിച്ച് മാറ്റാനൊക്കെ പോയി കഴിഞ്ഞാൽ പൈസയൊക്കെ നിങ്ങൾക്ക് മുടക്കാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾ സേവ് ചെയ്യാനും കഴിയും. പ്രത്യേകിച്ച് ഈ ദോഷങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള മൈൻഡ് കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾ അവിടെ ജയിക്കണം. ആ ഒരു മൈൻഡ് വരുത്തിയെടുത്ത് ജീവിതത്തിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ ആൾക്കാരുടെ മുൻപിൽ നിങ്ങൾ ജയിച്ച് കാണിക്കണം. ആ ഒരു വാശി നിങ്ങൾ വരണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. നല്ല ഭാഗ്യങ്ങൾ, രാജയോഗമൊക്കെ നിങ്ങൾക്കുണ്ട്. അത് ഓർത്ത് നിങ്ങൾ ഹാപ്പി ആയിക്കൊള്ളുക. ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് കുറെ തടസ്സങ്ങളുണ്ട്. അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് പ്രാർത്ഥിച്ച് മാറ്റിയെടുത്തുകൊള്ളുവാൻ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ഈ 3 കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം.